ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ AI തരുന്ന ഇൻഫർമേഷൻസിനെ എല്ലാം നമ്മൾ കണ്ണുമടച്ച് വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഹ്യൂമൻസിൻ്റെ ഒരു റോൾ ഇപ്പോൾ നമുക്ക് ഒരു വിഷയത്തിനെ പറ്റി ഞാൻ 2 സെക്ടറായിട്ട് പറയുകയാണ്. നമ്മുടെ ക്ലാസ് റൂമിലുള്ള ഒരു ടീച്ചർ, ഓക്കെ, ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്കറിയാവുന്ന ഒരു ടീച്ചർ, അതുപോലെ തന്നെ ഒരു AI ടീച്ചർ. ഓക്കെ, ഈ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായ ആ ക്വസ്റ്റ്യനെ നമ്മൾ ആ ക്ലാസ് ടീച്ചറോടും ചോദിക്കുന്നു, അതുപോലെ തന്നെ AIയോടും ചോദിക്കുന്നു. ആൻഡ് രണ്ടുപേരും നമുക്ക് ആൻസർ തരുന്നതിൽ ഒരു വേരിയേഷൻ ഉണ്ട്. അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്തിനെ ട്രസ്റ്റ് ചെയ്യും? അതായത് ഇനിയിപ്പം ഭാവിയിൽ എല്ലാവരും ഈ അവരവരുടെ ആൻസേഴ്സും ക്വസ്റ്റ്യൻസിനൊക്കെ ഈസി ആയിട്ട് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നേരത്തെ ഗൂഗിൾ ചെയ്തതിന് പകരം ദേ ആർ ഗോയിങ് ടു യൂസ് ChatGPT. ഓക്കെ, അപ്പോൾ ഈ ChatGPT അല്ലെങ്കിൽ ഇതുപോലുള്ള ജെമിനി ഇതുപോലുള്ള ടൂളുകൾ നമുക്ക് തരുന്ന ഡേറ്റയിൽ ഒരു എത്ര പെർസെൻറ്റേജ് കൊടുക്കാൻ പറ്റും അതിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട്? പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ഡിപ്പെൻഡ് എങ്ങനത്തെ AI മോഡലാ ഏതാ. ഇപ്പൊ ChatGPT യു ക്യാൻ ട്രസ്റ്റ് മോർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ക്ലോഡ് AI ആന്ത്രോപ്പിക്കിന്റെ കോഡിംഗിൽ ഇറ്റ് ഈസ് 80% കറക്റ്റ്. അപ്പം ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് മോഡൽ യു ആർ യൂസിങ്. ഇപ്പൊ ക്ലോഡ് ആണോ, ChatGPT ആണോ, ജെമിനി ആണോ. അപ്പം നമ്മളുടെ കുട്ടികൾ പഠിക്കുന്ന മേഖലകൾക്കനുസരിച്ച് അതിന് ആപ്റ്റായിട്ടുള്ള AI ടൂൾസ് വേണം അവർ ഉപയോഗിക്കാനായിട്ട്, അല്ലേ? അതിപ്പോൾ അതിലേതാണ് ബെസ്റ്റ് എന്ന് നോക്കണം. ബെസ്റ്റ് ആക്യുറസി ഏതിലാണ് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അവരവരുടെ പേരൻസ് അവരുടെ മക്കൾക്ക് അല്ലാതെ ഇപ്പം കണ്ടന്റ് ഇംഗ്ലീഷ് എഴുതുന്ന ഒരാൾക്ക് ChatGPT സജസ്റ്റ് ചെയ്തു, അതേ കോഡിങ് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ChatGPTയെക്കാട്ടിലും ബെറ്റർ ഈ പറഞ്ഞ പോലെ കോഡ് AI ആണ്, അല്ലേ? അതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, ഇനി എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും നമ്മളുടെ കറണ്ട് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ AI വരികയാണെങ്കിൽ ഉണ്ടാവാൻ റൗളിൻ്റെ അഭിപ്രായത്തിൽ? അതായത് കുട്ടികളുടെ ഇപ്പോഴത്തെ നമ്മുടെ ഈ ഓൾഡ് സ്കൂൾ മെത്തേഡിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് വിദ്യാഭ്യാസ രീതികളിൽ. അപ്പോൾ ഇത് ഏതെങ്കിലും രീതിയിൽ AI മറ്റുള്ള അതായത് പഠിക്കുന്ന കുട്ടികളെ വേറൊരു രീതിയിൽ സ്വാധീനിക്കാനുള്ള ചാൻസ് ഉണ്ടോ? പേരൻസിന് എപ്പോഴും ഒരു ഫിയർ ഉള്ളൊരു കാര്യമാണ്. അതായത് എൻ്റെ മക്കൾ എപ്പോഴും ഫോണിലും ഇതിലുമൊക്കെ തന്നെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ സ്കൂളിൽ ബുക്സ് എടുത്ത് പഠിക്കുന്നില്ലല്ലോ, വായിക്കുന്നില്ലല്ലോ, ഇങ്ങനെയുള്ള. അപ്പോൾ കുറേ പേരൊക്കെ ഇതിൽ നിന്ന് തിരിച്ച് ഹോം സ്കൂളിങ്ങും സെൽഫ് ലേണിങ്ങിനും ഒക്കെ കേപ്പബിൾ ആക്കി ഇപ്പോൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ഇപ്പോഴും ആ ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡിൽ തന്നെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ AIയുടെ ഒരു ഇൻവോൾവ്മെന്റ് വരികയാണെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഡിസഡ്വാൻറ്റേജ് അവരുടെ മക്കളുടെ ഭാവിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? യെസ്, ഫോർ ഷുവർ ചാൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുറേ നല്ല കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പം നേരെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക, ഇങ്ങനെ മെയിൽ ഉണ്ടാക്കാൻ പറ്റും. ഒരാൾക്ക് മെയിൽ അയക്കണമെങ്കിൽ ജസ്റ്റ് ചോദിച്ചാൽ മതി, ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ദ ഫ്യൂച്ചർ ChatGPT വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരാൾക്ക് മെയിൽ എഴുതണമെങ്കിൽ തന്നെ ഇട്ട് പറ്റില്ല. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുഞ്ഞിലെ തന്നെ എങ്ങനെ മെയിൽ എഴുതുന്നതെന്ന് പഠിപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അടുത്തതിനകത്ത് എങ്ങനെ ലെറ്റർ AI വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്നും പഠിപ്പിക്കുക. സോ ആദ്യം തന്നെ പിന്നെ പറയാം, ഇത് പക്ഷെ പെട്ടെന്ന് ചെയ്യാനൊരു വഴിയുണ്ട്, ഇങ്ങനെ ഉണ്ടാക്കാം. സോ അങ്ങനെ ഓരോ കാര്യം വെച്ച് യെസ് AI എന്തെങ്കിലും വേണം, പക്ഷെ ഡോണ്ട് മേക്ക് ദം ഡിപെൻഡന്റ് ഓൺ ദാറ്റ്. ഓക്കെ, അപ്പോൾ AI ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് AI ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്, നമ്മളുടെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആക്കാൻ പോവുകയാണ്, അല്ലേ? അല്ലാതെ ആ വർക്ക് കംപ്ലീറ്റ്ലി AI ഏൽപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് സ്വന്തമായി ഒരു ആർട്ടിക്കിൾ എഴുതാനായിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് ഡെഫിനറ്റ്ലി അവനത് തനിയെ എഴുതാൻ അറിഞ്ഞിരിക്കണം, അല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം അവൻ ഒരു 10 ആർട്ടിക്കിൾ അറ്റ് എ ടൈം എഴുതാനുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ChatGPT പോലൊരു പ്ലാറ്റ്ഫോമിനെ ഇൻ ദ ഫ്യൂച്ചർ AI എന്തായാലും ഉപയോഗിക്കണം. എല്ലാവരും ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ല. സോ തന്നെ ചെയ്യാനും അറിയണം, ബട്ട് അറ്റ് ദ സെയിം ടൈം AI വെച്ച് ചെയ്യണം. സോ യു ക്യാൻ മേക്ക് ദാറ്റ് ബെറ്റർ. സോ നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കാറില്ലേ ഓൾറെഡി? ഓക്കെ, അത് ഓൺലൈൻ ആയിട്ടാണോ ഓഫ്ലൈൻ? ഓൺലൈനും ചെയ്യാറുണ്ട്, ഓഫ്ലൈനും ചെയ്യാറുണ്ട്. ഓൺലൈൻ ചെയ്യാറ്, ഓഫ്ലൈൻ. അപ്പോൾ പുറത്തുള്ളവർക്കും ഓൺലൈൻ ചെയ്യുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ 2 ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെയും IQ ലെവൽ ഏകദേശം റൗളിന് അറിയാമായിരിക്കും, ഏകദേശം അവരുടെ ക്വസ്റ്റ്യൻസും അവരുടെ ഡൗട്ട്സും ഒക്കെ ഡിഫറെൻറ്റ് രീതിയിലാണ്. അപ്പം എത്രത്തോളം ബെറ്റർ ആവണം നമ്മുടെ ഇവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ കുട്ടികളുടെ IQ ഏതെങ്കിലും രീതിയിൽ മാറേണ്ടതായിട്ടുണ്ടോ? നിങ്ങൾ ഇന്നതും കൂടെ നിങ്ങൾ ചെയ്യണം, അവരൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങളും കൂടെ ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ ഇവിടെ ഉള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെയൊക്കെ അറിഞ്ഞിരിക്കണം. അതിനകത്ത് എല്ലാം ഉണ്ടാവാം, ലാംഗ്വേജ് ഉണ്ടാവാം, മേ ബി എന്തെങ്കിലും ഒരു സോഴ്സിനെ പറ്റി പഠിക്കുന്നതിലായിരിക്കാം, അവരുടെ അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? എൻ്റെ ഒരു അത് വെച്ച് ഇപ്പം
അവിടെ ഞാൻ ക്ലാസ് എടുക്കുമ്പം മിക്ക സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള അവർ കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇവിടെ കുറച്ച് കുറവാണ്, പക്ഷെ ചില സ്ഥലത്ത് ഇവിടെയും ഞാൻ പോയാലും ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. സോ എഡ്യൂക്കേഷൻ്റെ കാര്യമല്ല, ആൾക്കാരുടെ ഒരു അത് തന്നെ ചോദിക്കണോ വേണ്ടയോ അങ്ങനെ ഒരു അതും കാണും. ബട്ട് ഡിപ്പെൻസ് ഓൺ ദ പ്ലേസിനാണ് കൂടുതൽ അവരുടെ തന്നെ എന്താണ് പ്ലേസിനെ വെച്ച് നോക്കുമ്പം യെസ് ക്വസ്റ്റ്യൻസും. പിന്നെ ഇവിടെ ഐ ഹാവ് ടു ബി എന്താ പറയുന്നത് കുറച്ചുകൂടെ അവരുടെ റിലേറ്റബിൾ ആയിരിക്കണം. എടാ ഞാനിപ്പോൾ ഫ്രീ ഫയർ കളിക്കാനുണ്ട് ക്ലാസ്സിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചുകൂടെ റിലേറ്റബിൾ ആണ്. അവിടെ എനിക്ക് നേരെ ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങാം, അവർക്ക് കുഴപ്പമില്ല ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇവിടെ അവർ കംഫർട്ടബിൾ ആണെങ്കിൽ ഞാൻ അവരുടെ കൂടെ കുറച്ചുകൂടെ റിലേറ്റബിൾ ആയിരിക്കണം. അതാണ് ഇതിനകത്തുള്ളൊരു ഒരു ചേഞ്ച് പറയാനുള്ളത് അല്ലേ. അതായത് അവർ കുറച്ചും കൂടെ ആ പഠിക്കാൻ വരുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആണ്. നമ്മുടെ ഇവിടെയുള്ളവർ കുറച്ച് അവരുമായിട്ടൊരു കംഫർട്ട് ആവാതെ അവരിതിലേക്ക് അവരുടെ പോലെ പ്രൈമറി കൺസേൺ ആവാറില്ല ഇവിടെയുള്ളവർ. അപ്പൊ ഈ കൂടുതലും നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ് മാത്സ് എന്ന് പറയുന്നത്. അപ്പൊ മാത്സിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ ഈ ഒരു കാര്യത്തിൽ മാത്രം എല്ലാവർക്കും ഈവൻ ഇഫ് പേരൻസിന് പോലും കുറച്ച് കൺഫ്യൂസ്ഡ് ആവും ഇത് പറഞ്ഞു കൊടുക്കുന്നതിന്. എല്ലാവരും അത്രത്തോളം മാത്സിൽ ഐക്യമുള്ളവരാവണമെന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവരെ ഏത് രീതിയിലാണ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു AI ടൂൾ സജസ്റ്റ് ചെയ്യാനാണെങ്കിൽ? സോ മാത്സ് എനിക്കും കുറച്ച് അതൊക്കെ ഉള്ള, ബട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ടൂള് മൈക്രോസോഫ്റ്റിന്റെ തന്നെ മാത്ത് കാൽക്കുലേറ്റർ ഉണ്ട്. അതിനകത്ത് തന്നെ നമുക്കിട്ട അത് ആൻസർ തരുന്ന മുമ്പേ അത് സ്റ്റെപ്സ് ആദ്യം നമ്മളെ കാണിപ്പിക്കും, അത് വായിപ്പിക്കും. ആ റീഡ് ചെയ്തിട്ട് ആ AI തന്നെ റെക്കഗ്നൈസ് ചെയ്യും, പറഞ്ഞു അത് തന്നെയാണോ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അത് ഫൈനൽ ആൻസർ തരും. ആദ്യം അത് ഓരോ സ്റ്റെപ്സ് നമ്മളെ വായിപ്പിക്കും, അത് തന്നെ സ്റ്റെപ്സ് തരും, പക്ഷെ അത് വായിപ്പിച്ചിട്ട് പിന്നെ ലാസ്റ്റ് ആൻസർ തരും. സോ ഞാൻ അങ്ങനെ ഉപയോഗിച്ച ഒരു കാര്യം മൈക്രോസോഫ്റ്റിന്റെ മാത്ത് കാൽക്കുലേറ്റർ അല്ലേ. ഓക്കെ, ഇതുപോലെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് സാധാരണ റൗളിനെ ഹെൽപ്പ് ചെയ്യാറുള്ള ടൂൾസ് ഏതൊക്കെയാണ്? ഫ്ലാഷ് കാർഡ് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു ടൂളാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓൺലൈൻ ഉണ്ടല്ലോ സ്റ്റേറ്റ് ബോർഡിന്റെ, അപ്പം എനിക്ക് ചുമ്മാ അത് ലിങ്ക് ചെയ്താൽ മതി. എന്നിട്ട് ഫസ്റ്റ് ചാപ്റ്ററിന്റെ അത് ചെയ്യുമ്പം ഫസ്റ്റ് ചാപ്റ്ററിന്റെ അത് ഫുൾ എനിക്ക് ഒരു ടോപ്പിക് മെമ്മറൈസ് ചെയ്യാൻ, ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഓരോ ഓപ്ഷൻസ് എന്നാ തരും, അതിൻ്റെ കൂടെ തന്നെ സംസാരിക്കാം. സോ അത് എനിക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാൻ അത് ഹെൽപ്പ് ചെയ്യും. അതിന്റെ കറക്റ്റ് പേരെന്താണ്? ഫ്ലാഷ് കാ, FLASHKA. അപ്പോൾ എല്ലാവരും എല്ലാ സ്റ്റുഡൻസും അതുപോലെ പേരൻസും ഈ പറയുന്ന സൈറ്റുകളൊക്കെ ഓർത്തു വെക്കുക. നമ്മുടെ മക്കൾക്ക് പഠിക്കാനൊക്കെ ഇത് ഒരുപാട് യൂസ്ഫുൾ ആകും. ആളുടെ സീക്രട്ട് സാധനങ്ങളാണ് ഇതൊക്കെ. എല്ലാം റിവീൽ ചെയ്യിപ്പിക്കുകയാണ് നമ്മളിവിടെ. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഈ AI ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഇത് മാറുമോ? ഷുവർ, മാറാൻ പറ്റും. ഇപ്പൊ കുറെ ആക്ച്വലി ഫുള്ളി AI എടുക്കാൻ ചാൻസ് എന്തായാലും ഉണ്ട്. പക്ഷെ ഇപ്പൊ കമ്പ്യൂട്ടർ വന്ന സമയത്ത് തന്നെ കുറെ ജോബ്സ് പോയി. ബട്ട് അറ്റ് ദ സെയിം ടൈം കുറെ ജോബ്സ് വന്നു. ഇപ്പം വേൾഡ്സ് ബിഗസ്റ്റ് കമ്പനീസ് ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, NVIDIA, ആപ്പിൾ